ഒന്നാം ഭാഗം കണ്ടവർ മാത്രം രണ്ടാം ഭാഗം കാണുക. കാരണം ഒന്നാം ഭാഗത്തിൽ നമ്മൾ കീഴടിയുടെ മണ്ണിനടിയിൽ മറഞ്ഞുകിടന്ന ഒരു പുരാതന നഗര സമൂഹത്തിന്റെ ചരിത്രത്തിലൂടെയാണ് സഞ്ചരിച്ചത്. ആ സമൂഹം എങ്ങനെ ജീവിച്ചു, കൃഷി എങ്ങനെ ചെയ്തു, വെള്ളം എങ്ങനെ സംരക്ഷിച്ചു, വീടുകൾ എങ്ങനെ നിർമ്മിച്ചു, എഴുതെങ്ങനെ ഉപയോഗിച്ചു, വ്യാപാരം എങ്ങനെ നടത്തി, ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ അവരുടെ ജീവിതത്തിന്റെ മറ്റൊരു വലിയ ലോകം ഇനിയും നമുക്ക് കാണാനുണ്ട്. അവർ എങ്ങനെ വസ്ത്രങ്ങൾ നിർമ്മിച്ചു, എന്ത് തരം ആഭരണങ്ങളാണ് ഉപയോഗിച്ചത്, മണികൾ എങ്ങനെ നിർമ്മിച്ചു, സാധനങ്ങളുടെ അളവും തൂക്കവും എങ്ങനെ കണക്കാക്കി, ഇരുമ്പുപകരണങ്ങൾ എന്തിനൊക്കെയാണ് ഉപയോഗിച്ചത്, ആനക്കൊമ്പ് പോലുള്ള വസ്തുക്കൾ എങ്ങനെ ഉപയോഗിച്ചു, അവരുടെ ദൈനംദിന ജീവിതം എങ്ങനെയായിരുന്നു. ഇതൊന്നും ഒന്നാം ഭാഗം കണ്ടില്ലെങ്കിൽ രണ്ടാം ഭാഗത്തിൽ പൂർണ്ണമായി മനസ്സിലാകില്ല. അതുകൊണ്ട് ഒന്നാം ഭാഗം ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം അത് കണ്ടതിന് ശേഷം മാത്രം ഈ രണ്ടാം ഭാഗത്തിലേക്ക് വരിക. കാരണം ഇനി നമ്മൾ കാണാൻ പോകുന്നത് കീഴടിയിലെ പുരാവസ്തുക്കൾ മാത്രമല്ല, ആ പുരാവസ്തുക്കൾക്ക് പിന്നിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ജീവിതമാണ്. കീഴടിയുടെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. കീഴടി മ്യൂസിയത്തിനുള്ളിലൂടെ നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ മണ്ണിനടിയിൽ നിന്ന് പുറത്തെടുത്ത പുരാവസ്തുക്കൾ ഓരോന്നും നമ്മോട് പറയുന്നത് ഒരു വലിയ ചരിത്രത്തിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ്. അവയിൽ ഏറ്റവും കൗതുകകരമായ ചില തെളിവുകൾ നമ്മെ എത്തിക്കുന്നത് കീഴടിയിലെ സാധാരണ മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിലേക്കാണ്. അവർ എന്ത് ധരിച്ചിരുന്നു, എങ്ങനെ വസ്ത്രങ്ങൾ നിർമ്മിച്ചു, എന്തുതരം ആഭരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്, എങ്ങനെ വ്യാപാരം നടത്തി, എങ്ങനെയാണ് സാധനങ്ങളുടെ അളവും തൂക്കവും കണക്കാക്കിയിരുന്നത്, എന്തുതരം ഉപകരണങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടുമ്പോൾ കീഴടിയിലെ നെയ്ത്തുപകരണങ്ങളും മണികളും ഇരുമ്പുപകരണങ്ങളും അസ്ഥി, ആനക്കൊമ്പ് തുടങ്ങിയ വസ്തുക്കളും വളരെ പ്രധാനപ്പെട്ട തെളിവുകളായി മാറുന്നു. ഇനി നമുക്ക് കീഴടിയിലെ നെയ്ത്തിന്റെ ലോകത്തേക്ക് കടക്കാം. ഒരു സമൂഹം കൃഷിയിൽ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്നുവെന്ന് കരുതിയാൽ അവരുടെ ജീവിതത്തിന്റെ പൂർണ്ണ ചിത്രം നമുക്കൊരിക്കലും ലഭിക്കില്ല. കാരണം കൃഷിക്കൊപ്പം തന്നെ കരകൗശലങ്ങളും ഉൽപ്പാദനവും വളരുമ്പോഴാണ് ഒരു സമൂഹത്തിന്റെ ജീവിതം കൂടുതൽ സങ്കീർണമാകുന്നത്. കീഴടിയിൽ നിന്ന് കണ്ടെത്തിയ സ്പിൻഡിൽ വേൾസ് ആണ് ഇതിന് പ്രധാനപ്പെട്ട തെളിവുകളിലൊന്ന്. സ്പിൻഡിൽ വേൾ എന്ന് പറയുന്നത് നൂൽ നൂൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഉപകരണമാണ്. ചെറിയ വൃത്താകൃതിയിലുള്ള ഈ വസ്തുക്കൾ കാണുമ്പോൾ ഇന്ന് നമുക്കത് വളരെ സാധാരണമായ ഒരു ചെറിയ കല്ലോ മൺവസ്തുവോ പോലെ തോന്നാം. പക്ഷേ അതൊരു പുരാതന നെയ്ത്തുകാരൻ്റെ കൈകളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഒരു തെളിവാണ്. നൂൽ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന സ്പിൻഡിലിൻ്റെ ചലനം സ്ഥിരതയോടെ നിലനിർത്താനും നൂൽ നൂൽക്കുന്നതിനും സ്പിൻഡിൽ വേൾ സഹായിച്ചിരുന്നു. അതിനാൽ ഇത്തരം വസ്തുക്കളുടെ സാന്നിധ്യം കീഴടിയിൽ നൂൽ നിർമ്മാണവും നെയ്ത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നിരിക്കാമെന്നതിന് പ്രധാനപ്പെട്ട സൂചന നൽകുന്നു. അതായത് കീഴടിയിലെ മനുഷ്യർ കൃഷി ചെയ്തവരും വ്യാപാരം നടത്തിയവരും മാത്രമല്ല, അവർ വസ്ത്രങ്ങൾ നിർമ്മിക്കുകയും കരകൗശല വിദ്യകൾ വികസിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമായിരുന്നു. ഒരു നൂൽ എങ്ങനെ നിർമ്മിച്ചു, അതെങ്ങനെ നെയ്തു, എങ്ങനെയാണ് വസ്ത്രമായി മാറിയത്, ഇതിൻ്റെ ഓരോ ഘട്ടവും നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല. കാരണം ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തുണിത്തരങ്ങൾ പോലുള്ള ജൈവ വസ്തുക്കളിൽ പലതും നശിച്ചു പോയിരിക്കാം. പക്ഷേ അവ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ മണ്ണിനടിയിൽ അവശേഷിച്ചപ്പോൾ ആ പുരാതന നെയ്ത്തിന്റെ കഥ വീണ്ടും നമ്മുടെ മുന്നിലെത്തി. ഇതോടൊപ്പം കീഴടിയിൽ നിന്ന് കണ്ടെത്തിയ ബീഡ്സ് അഥവാ മണികൾ അന്നത്തെ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് മറ്റൊരു പ്രധാന കഥ പറയുന്നു. കീഴടിയിൽ വിവിധ തരത്തിലുള്ള മണികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഗ്ലാസ് മണികൾ, അഗേറ്റ്, കാർണേലിയൻ,
അമേഥിസ്റ്റ് പോലുള്ള അർത്ഥവിലയേറിയ കല്ലുകളിൽ നിന്നുള്ള മണികൾ, ഇവയെല്ലാം കീഴടിയിലെ കരകൗശലത്തിൻ്റെയും അലങ്കാര സംസ്കാരത്തിൻ്റെയും തെളിവുകളാണ്. ഒരു ചെറിയ മണി കാണുമ്പോൾ വളരെ ചെറിയൊരു വസ്തുവായി തോന്നാം, പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരു വലിയ സാങ്കേതിക വിദ്യയും വ്യാപാര ശൃംഖലയും മനുഷ്യൻ്റെ സൗന്ദര്യബോധവും ഒളിഞ്ഞിരിക്കാം. ഒരു കല്ല് കണ്ടെത്തിയാൽ മാത്രം അതൊരാഭരണമായി മാറില്ല. ആ കല്ല് തെരഞ്ഞെടുക്കണം, മുറിക്കണം, ആവശ്യമായ ആകൃതിയിൽ രൂപപ്പെടുത്തണം, അതിൽ ചെറിയൊരു ദ്വാരമുണ്ടാക്കണം, പിന്നെ അത് നൂലിലോ മറ്റേതെങ്കിലും വസ്തുവിലോ കോർത്തിണയ്ക്കണം. ഇതിനായി പ്രത്യേകമായ കരകൗശല വിദ്യ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കീഴടിയിലെ ബീഡ്സ് നമ്മോട് പറയുന്നത് അവിടെ ആഭരണങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നത് മാത്രമാണ്. അത്തരം ആഭരണങ്ങൾ നിർമ്മിക്കാൻ കഴിവുള്ള കരകൗശല വിദഗ്ധരും ഉണ്ടായിരുന്നിരിക്കാം എന്നതാണ്. ഇവിടെയാണ് ബീഡ്സിന്റെ മറ്റൊരു പ്രധാന വശം നമ്മൾ കാണുന്നത്. എല്ലാ അവസംസ്കൃത വസ്തുക്കളും കീഴടിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് തന്നെ ലഭിച്ചിരിക്കണമെന്നില്ല. അഗേറ്റ്, കാർണേലിയൻ തുടങ്ങിയ കല്ലുകളുടെ അവസംസ്കൃത വസ്തുക്കൾ ദൂരപ്രദേശങ്ങളിൽ നിന്നെത്തിയിരിക്കാമെന്ന് പുരാവസ്തു പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതിനർത്ഥം കീഴടി ഒരൊറ്റപ്പെട്ട സമൂഹമായിരുന്നില്ല. ദൂരെയുള്ള പ്രദേശങ്ങളുമായി വസ്തുക്കളുടെ കൈമാറ്റവും ബന്ധങ്ങളും ഉണ്ടായിരുന്നിരിക്കാം. ഒരു ചെറിയ മണി അങ്ങനെ നോക്കുമ്പോൾ ഒരാഭരണം മാത്രമല്ല, അത് ഒരു വ്യാപാര പാതയുടെ അടയാളമാകാം, ഒരു കരകൗശല വിദഗ്ധന്റെ കഴിവിന്റെ തെളിവാകാം, ഒരു മനുഷ്യന്റെ സൗന്ദര്യബോധത്തിന്റെ അടയാളമാകാം, ഒരു സമൂഹം മറ്റൊരു സമൂഹവുമായി ബന്ധപ്പെട്ടു നിന്നതിൻ്റെ സൂചനയാകാം. ഇനി നമുക്ക് വെയിങ് ഓബ്ജക്ട്സിലേക്ക് വരാം. വ്യാപാരമുണ്ടെങ്കിൽ അളവും തൂക്കവും കണക്കാക്കാനുള്ള ഒരു രീതിയും ആവശ്യമാണ്. ഒരു വസ്തുവിൻ്റെ വില എങ്ങനെ നിശ്ചയിച്ചു? എത്ര അളവാണ് കൊടുക്കേണ്ടത്? എത്രയാണ് വാങ്ങിയത്? ഇത്തരം കാര്യങ്ങൾക്ക് കൃത്യമായ അളവുകോലുകൾ ആവശ്യമായിരുന്നു. കീഴടിയിൽ കണ്ടെത്തിയ വെയിങ് റിലേറ്റഡ് ഓബ്ജക്ട്സ് ഈ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടവയാണ്. ഇവിടെ ലഭിച്ച അളവുകളുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ പുരാതന സമൂഹത്തിൽ സാധനങ്ങൾ അളക്കുന്നതിനും തൂക്കുന്നതിനും ഒരു പ്രായോഗിക അറിവുണ്ടായിരുന്നിരിക്കാമെന്നതിന് സൂചന നൽകുന്നു.
ഇത് വ്യാപാരവുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ കീഴടിയിലെ സമ്പദ്വ്യവസ്ഥ എത്രത്തോളം ക്രമീകരിക്കപ്പെട്ടിരുന്നിരിക്കാം എന്നതിൻ്റെ ഒരു ചിത്രം ലഭിക്കുന്നു. ഒരു വ്യാപാരി ഒരു വസ്തു കൈമാറുമ്പോൾ അതിൻ്റെ അളവറിയേണ്ടതുണ്ട്. ഒരു വിലയേറിയ മണി കൈമാറുമ്പോൾ അതിൻ്റെ മൂല്യം കണക്കാക്കേണ്ടതുണ്ട്. ഒരു അസംസ്കൃത വസ്തു വാങ്ങുമ്പോൾ അതിൻ്റെ അളവ് കണക്കാക്കേണ്ടതുണ്ട്. ഇത്തരം ആവശ്യങ്ങളാണ് അളവിൻ്റെയും തൂക്കത്തിൻ്റെയും സംവിധാനങ്ങളെ പ്രാധാന്യമുള്ളതാക്കുന്നത്. അതുകൊണ്ട് കീഴടിയിലെ വെയിങ് ഒബ്ജക്ട്സ് ഒരു ചെറിയ പുരാവസ്തു മാത്രമല്ല, അത് പുരാതന സാമ്പത്തിക പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു ജനാലയാണ്. ഇനി നമുക്ക് കീഴടിയിലെ ഇരുമ്പുപകരണങ്ങളിലേക്ക് നോക്കാം. ഇരുമ്പിൻ്റെ ഉപയോഗം ഒരു സമൂഹത്തിൻ്റെ സാങ്കേതിക വിദ്യയെ മനസ്സിലാക്കാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കീഴടിയിൽ നിന്ന് വിവിധ തരത്തിലുള്ള ഇരുമ്പുപകരണങ്ങളും ഇരുമ്പുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇരുമ്പുപകരണങ്ങൾ കൃഷിയിലും നിർമ്മാണത്തിലും കരകൗശലങ്ങളിലും ദൈനംദിന ജീവിതത്തിലും ഉപയോഗിച്ചിരുന്നിരിക്കാം. ഒരു ഇരുമ്പുപകരണം അത് വെറുമൊരു ഉപകരണമല്ല, അതൊരു മനുഷ്യൻ്റെ ജോലി എളുപ്പമാക്കിയ സാങ്കേതിക വിദ്യയാണ്. മണ്ണു കുഴിക്കാൻ, മരം മുറിക്കാൻ, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്, കരകൗശല പ്രവർത്തനങ്ങൾക്ക്, കൃഷിയുമായി ബന്ധപ്പെട്ട പല ജോലികൾക്കും ഇരുമ്പുപകരണങ്ങൾ വലിയ സഹായമായിരുന്നിരിക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇരുമ്പ് സ്വാഭാവികമായി മണ്ണിനടിയിൽ കിടക്കുന്നൊരു വസ്തുവല്ല. അത് ഉപയോഗപ്രദമായ ഒരു ഉപകരണമായി മാറ്റാൻ അയിരിൽ നിന്ന് ഇരുമ്പ് വേർതിരിക്കണം, അത് ചൂടാക്കണം, രൂപപ്പെടുത്തണം, അടിച്ച് ആവശ്യമായ ആകൃതിയിലേക്ക് മാറ്റണം. അതിനാൽ ഇരുമ്പുപകരണങ്ങളുടെ സാന്നിധ്യം ലോഹ സംസ്കരണത്തെക്കുറിച്ചുള്ള അറിവിനെയും സാങ്കേതിക വൈദഗ്ധ്യതയും സൂചിപ്പിക്കുന്നു. ഇത് കീഴടിയിലെ കരകൗശല വിദ്യയുടെ മറ്റൊരു പ്രധാന മുഖമാണ്. കീഴടിയിൽ നിന്ന് ലഭിച്ച ഐവറി ഓബ്ജക്ട്സ് അഥവാ ആനക്കൊമ്പുമായി ബന്ധപ്പെട്ട വസ്തുക്കളിലേക്കും ശ്രദ്ധ തിരിക്കാം. ആനക്കൊമ്പ് പോലുള്ള വസ്തുക്കൾ പുരാതന സമൂഹങ്ങളിൽ അലങ്കാരത്തിനും കരകൗശലത്തിനും പ്രത്യേക ആവശ്യങ്ങൾക്കുമായി ഉപയോഗിച്ചിരുന്നിരിക്കാം. ആനക്കൊമ്പ് എളുപ്പത്തിൽ രൂപപ്പെടുത്താൻ കഴിയുന്ന ഒരു വസ്തുവായതിനാൽ അതിൽ ചെറിയ രൂപങ്ങളും അലങ്കാരങ്ങളും നിർമ്മിക്കാൻ കഴിയും. കീഴടിയിൽ കണ്ടെത്തിയ ഇത്തരം വസ്തുക്കൾ പുരാതന മനുഷ്യരുടെ കരകൗശല വിദ്യയും വസ്തുക്കളെ തെരഞ്ഞെടുക്കാനുള്ള കഴിവും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഇവിടെ ഒരു പ്രധാന കാര്യം ഓർക്കണം. ഒരു ഐവറി ഓബ്ജക്റ്റ് കണ്ടെത്തിയതുകൊണ്ട് മാത്രം അതിൻ്റെ കൃത്യമായ ഉപയോഗം എല്ലായ്പ്പോഴും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. പക്ഷേ അത്തരം വസ്തുക്കളുടെ സാന്നിധ്യം വിവിധ പ്രകൃതിദത്ത വസ്തുക്കളെ ഉപയോഗിച്ച് പ്രത്യേകതയുള്ള വസ്തുക്കൾ നിർമ്മിക്കാൻ പുരാതന സമൂഹത്തിന് കഴിവുണ്ടായിരുന്നുവെന്ന് കാണിക്കുന്നു. ഇപ്പോൾ ഈ ചെറിയ ചെറിയ വസ്തുക്കളെല്ലാം ഒരുമിച്ച് നോക്കാം. ഒരു സ്പിൻഡിൽ വോൾ, ഒരു ചെറിയ ബീഡ്, ഒരു വെയിങ് ഒബ്ജക്റ്റ്, ഒരു ഇരുമ്പുപകരണം, ഒരു ഐവറി ഒബ്ജക്റ്റ്. ഇവയെല്ലാം ഒറ്റയ്ക്ക് നോക്കുമ്പോൾ വളരെ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ ഇവയെല്ലാം ഒരുമിച്ച് നോക്കുമ്പോഴാണ് കീഴടിയിലെ മനുഷ്യരുടെ ജീവിതം നമ്മുടെ മുന്നിൽ കൂടുതൽ വ്യക്തമായി പ്രത്യക്ഷപ്പെടുന്നത്. അവർക്ക് ജോലിയുണ്ടായിരുന്നു, അവർക്ക് കരകൗശല വിദ്യ ഉണ്ടായിരുന്നു, അവർക്ക് വ്യാപാരമുണ്ടായിരുന്നു, അവർ വസ്ത്രങ്ങൾ നിർമ്മിച്ചിരുന്നു, അവർ ആഭരണങ്ങൾ ഉപയോഗിച്ചിരുന്നു, അവർ സാധനങ്ങൾ അളക്കുകയും തൂക്കുകയും ചെയ്തിരുന്നു, അവർ ഇരുമ്പുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു,
അവർ വിവിധ വസ്തുക്കളെ രൂപപ്പെടുത്തി ഉപയോഗിച്ചിരുന്നു. അതിനപ്പുറം അവർക്കൊരു ജീവിത ശൈലിയുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന കാര്യങ്ങൾ, വസ്ത്രം, ആഭരണം, വീട്, ഭക്ഷണം, ജോലി, വിനോദം, വ്യാപാരം, സാമൂഹിക ബന്ധങ്ങൾ, ഇവയെല്ലാം പുരാതന മനുഷ്യരുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നിരിക്കാം. കീഴടിയിലെ പുരാവസ്തുക്കൾ ഈ ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം നമുക്ക് കാണിച്ചു തരുന്നു. ഒരു മണി ഒരാളുടെ അലങ്കാരത്തിൻ്റെ ഭാഗമായിരിക്കാം. ഒരു സ്പിൻഡിൽ വേൾ ഒരു നെയ്ത്തുകാരൻ്റെ ജോലിയുടെ ഭാഗമായിരിക്കാം. ഒരു ഇരുമ്പുപകരണം ഒരു കർഷകൻ്റെ കൈകളിലുണ്ടായിരിക്കാം. ഒരു വെയ്യിങ് ഓബ്ജക്റ്റ് ഒരു വ്യാപാരിയുടെ ഇടപാടിൻ്റെ ഭാഗമായിരിക്കാം. ഒരു ഐവറി ഓബ്ജക്റ്റ് ഒരു അലങ്കാര വസ്തുവായിരിക്കാം. ഇങ്ങനെ നോക്കുമ്പോൾ മ്യൂസിയത്തിലെ ഓരോ വസ്തുവിനും പിന്നിൽ ഒരു മനുഷ്യനുണ്ട്. അവൻ്റെ ജോലി, അവൻ്റെ കഴിവ്, അവൻ്റെ ആവശ്യങ്ങൾ, അവൻ്റെ രുചി, അവൻ്റെ ജീവിതം. അതുകൊണ്ടാണ് കീഴടി മ്യൂസിയം നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. ഇത് രാജാക്കന്മാരുടെ ചരിത്രം മാത്രം പറയുന്ന ഒരു മ്യൂസിയമല്ല, സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു മ്യൂസിയമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു നെയ്ത്തുകാരൻ നൂൽ നിർമ്മിച്ചിരിക്കാം. ഒരു കരകൗശല വിദഗ്ധൻ ഒരു മണിക്ക് രൂപം നൽകിയിരിക്കാം. ഒരു വ്യാപാരി സാധനങ്ങൾ തൂക്കിയിരിക്കാം. ഒരു തൊഴിലാളി ഇരുമ്പുപകരണം ഉപയോഗിച്ചിരിക്കാം. ഒരു മനുഷ്യൻ ഒരു അലങ്കാര വസ്തു ധരിച്ചിരിക്കാം. ഒരു കുടുംബം അവരുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരിക്കാം. ഇന്ന് അവരുടെ ശബ്ദം നമ്മൾക്ക് കേൾക്കാനാവില്ല. അവരുടെ മുഖങ്ങൾ നമ്മൾക്ക് കാണാനാവില്ല. അവരുടെ വീടുകളിൽ അവർ നടന്നുപോയ വഴികൾ പോലും പലതുമില്ലാതായിരിക്കുന്നു. പക്ഷേ അവർ ഉപേക്ഷിച്ചു പോയ ഈ ചെറിയ വസ്തുക്കൾ ഇന്നും സംസാരിക്കുന്നു. ഒരു സ്പിൻഡിൽ വേൾ, ഒരു ബീഡ്, ഒരു വെയ്യിങ് ഓബ്ജക്റ്റ്, ഒരു ഇരുമ്പുപകരണം, ഒരു ഐവറി ഓബ്ജക്റ്റ്. ഇവയെല്ലാം ചേർന്ന് നമ്മോട് പറയുന്നത് ഒരേ ഒരു കാര്യമാണ്. ചരിത്രം വലിയ കൊട്ടാരങ്ങളിലും രാജാക്കന്മാരുടെ പേരുകളിലും മാത്രം ഒളിഞ്ഞിരിക്കുന്നില്ല. ചരിത്രം ഒരു ചെറിയ മണിയിലുമുണ്ടാകാം, ഒരു പഴയ ഉപകരണത്തിലുമുണ്ടാകാം, ഒരു നെയ്ത്തുകാരൻ്റെ കൈകളിൽ ഉപയോഗിച്ചിരുന്ന ചെറിയ വസ്തുവിലുമുണ്ടാകാം, ഒരു വ്യാപാരിയുടെ തൂക്കത്തിലുമുണ്ടാകാം, ഒരു സാധാരണ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന ഒരലങ്കാര വസ്തുവിലുമുണ്ടാകാം. അതാണ് കീഴടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. മണ്ണിനടിയിൽ നിന്ന് പുറത്തുവന്ന ഈ ചെറിയ വസ്തുക്കൾ ഇന്നൊരു വലിയ നാഗരികതയുടെ ജീവിതത്തിലേക്കുള്ള വാതിലായി മാറിയിരിക്കുന്നു.
വൈഗയുടെ തീരത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരുടെ ജീവിതത്തെ, അവരുടെ ജോലി, അവരുടെ കരകൗശലം, അവരുടെ വ്യാപാരം, അവരുടെ സൗന്ദര്യബോധം, അവരുടെ സാങ്കേതിക വിദ്യ, അവരുടെ ദൈനംദിന ജീവിതം, ഇവയെല്ലാം ഒരുമിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു വാതിൽ. അതുകൊണ്ടാണ് കീഴടി മ്യൂസിയത്തിൽ ഒരു ചെറിയ പുരാവസ്തുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ പോലും നമ്മൾ കാണുന്നത് ഒരു പഴയ വസ്തു മാത്രമല്ല, ആ വസ്തു ഉപയോഗിച്ചിരുന്ന ഒരു മനുഷ്യനെയാണ്, അവന്റെ ജീവിതത്തെയാണ്, അവന്റെ കാലഘട്ടത്തെയാണ്, അവന്റെ ലോകത്തെയാണ്. അങ്ങനെ നോക്കുമ്പോൾ കീഴടി മ്യൂസിയം ഒരു മ്യൂസിയം മാത്രമല്ല, മണ്ണിനടിയിൽ മറഞ്ഞുപോയ മനുഷ്യ ജീവിതത്തിന്റെ ഓർമ്മകളെ വീണ്ടും നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു യാത്രയാണ്. ഒരു ചെറിയ മണിയിൽ നിന്ന് ഒരു വലിയ ചരിത്രത്തിലേക്ക്, ഒരു ഇരുമ്പുപകരണത്തിൽ നിന്ന് ഒരു പുരാതന സാങ്കേതിക വിദ്യയിലേക്ക്, ഒരു സ്പിൻഡിൽ വോളിൽ നിന്ന് ഒരു നെയ്ത്തുകാരൻ്റെ ജീവിതത്തിലേക്ക്, ഒരു വെയിങ് ഓബ്ജക്റ്റിൽ നിന്ന് ഒരു വ്യാപാര ലോകത്തിലേക്ക്, ഒരു ഐവറി ഓബ്ജക്റ്റിൽ നിന്ന് ഒരു കരകൗശല വിദഗ്ധന്റെ കഴിവിലേക്ക്. അവസാനം ഈ ചെറിയ വസ്തുക്കളെല്ലാം ചേർന്ന് നമ്മോട് പറയുന്നത്, കീഴടി ഒരു കാലത്ത് ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിൻ്റെ ഓർമ്മ മാത്രമല്ല, അതിന്നും നമ്മോട് സംസാരിക്കുന്ന ഒരു ചരിത്രമാണ്. ഇന്നത്തെ രണ്ടാം ഭാഗത്തിൽ കീഴടി മ്യൂസിയത്തിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ചെറിയ ചെറിയ പുരാവസ്തുക്കളിലൂടെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്ക് നമ്മൾ കുറച്ചുകൂടി അടുത്തെത്തി. നെയ്ത്തിന്റെ തെളിവുകൾ, വിവിധതരം മണികൾ, അളവുകളും തൂക്കവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ, ഇരുമ്പുപകരണങ്ങൾ, ആനക്കൊമ്പുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ, ഇവയെല്ലാം ചേർന്നപ്പോൾ കീഴടി ഒരു പുരാതന താമസ കേന്ദ്രം മാത്രമായിരുന്നില്ലെന്ന് നമുക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവിടെ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് അവരുടേതായ കരകൗശല വിദ്യയും സാങ്കേതിക വിദ്യയും വ്യാപാരബോധവും സൗന്ദര്യബോധവും ദൈനംദിന ജീവിത രീതിയും ഉണ്ടായിരുന്നു. പക്ഷേ കീഴടിയുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ കണ്ടത് ആ വലിയ ചരിത്രത്തിന്റെ ചില അധ്യായങ്ങൾ മാത്രമാണ്. ഇനിയും ഈ മ്യൂസിയത്തിനുള്ളിൽ കാണാനുള്ള ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. ഇനിയും പറയാനുള്ള കഥകളുണ്ട്. ഇനിയും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന പുരാവസ്തുക്കളുണ്ട്. അവയിൽ ചിലത് കീഴടിയിലെ മനുഷ്യരുടെ സാമൂഹിക ജീവിതത്തെയും അവരുടെ സംസ്കാരത്തെയും അവരുടെ വിശ്വാസങ്ങളെയും അവരുടെ ജീവിത രീതികളെയും കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മോട് പറയുന്നവയാണ്. അതുകൊണ്ട് കീഴടിയുടെ ഈ ചരിത്രയാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. മൂന്നാം ഭാഗത്തിൽ കീഴടി മ്യൂസിയത്തിന്റെ കൂടുതൽ കാഴ്ചകളുമായി വീണ്ടും തുടരാം. അവിടെ ഇനിയും കാണാത്ത ചില പുരാവസ്തുക്കളിലേക്കും ഇനിയും പറയാത്ത ചില ചരിത്ര കഥകളിലേക്കും നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം. അതിനായി കീഴടിയുടെ മൂന്നാം ഭാഗം തീർച്ചയായും കാണുക. ഇതുവരെ കൂടെയുണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി. അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണാം. Until then, keep wandering, keep discovering mystic wanderlusters.